പ്രഭാത കിരണം ഭാഗം 402. ഇന്ന് ഫെബ്രുവരി മാസം 5-ാം തീയതി 36-ാമത്തെ ദിവസത്തിലെത്തി. ആഴത്തിലേക്ക് നീ വലയിടാനാണ് ശിമയോൻ പത്രോസിനോട് യേശു പറയുന്നത്. വിഫലമായ നിന്റെ പ്രയത്നങ്ങളിൽ നിന്ന്, നിന്നെ ബാധിച്ച മുഴുവൻ നിരാശയിൽ നിന്ന്, തോൽവിയിൽ നിന്ന്, തിരസ്കാരങ്ങളിൽ നിന്നൊക്കെ നിനക്കുള്ള മോചനമാണ്. നീ വീണ്ടും ശ്രമിക്കുക, വീണ്ടും ഒന്നുകൂടി ആരംഭിക്കുക. വലിയ പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും പറഞ്ഞ ആളിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ശിമയോൻ പത്രോസിന്. ഈ രാത്രി മുഴുവൻ ഇവിടെ ഞങ്ങൾ പല ആവർത്തി വലയെറിഞ്ഞതാണ്, ഒന്നും കിട്ടിയില്ല എന്ന് വെളിപ്പെടുത്തുമ്പോൾ കിട്ടാനൊരു സാധ്യതയില്ല എന്നും അതിനകത്ത് ഒരു സൂചനയുണ്ട്. പിന്നെ പറഞ്ഞത് നീയാണ്, പൂർണ്ണമായും സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു, പാലിക്കുന്നു, അനുസരിക്കുന്നു. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ, വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി എന്നാ പറയുക. മറ്റേ വള്ളത്തിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ അവർ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിക്കുകയാണ്. അവരും കൂടി വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാവോളം നിറയെ മീൻ ശേഖരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് ശരിക്കുമുള്ള പരിഹാരം എവിടെയാണ്, എങ്ങനെയാണ്? പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എന്തുമാത്രം സങ്കീർണമാക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും. പരിഹാരം അറിയാവുന്നവരുടെ അടുത്ത് മാത്രമേ വൈഷമ്യങ്ങൾ അവതരിപ്പിക്കാവൂ. അല്ലെങ്കിൽ അവരത് ആഘോഷിക്കുകയോ സങ്കീർണമാക്കുകയോ ചെയ്യും. പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അവരുടെ ഇളക്കം തട്ടിയ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. പത്രോസും പറയുന്നത് അതല്ലേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു. വിഫലമായ തങ്ങളുടെ ആ രാത്രി അധ്വാനത്തെ ഇപ്പോഴും എന്തൊരു പ്രാധാന്യത്തോടു കൂടിയാണ് ആ മനുഷ്യൻ കാണുന്നത്. അത്ര ഒരു ഉറച്ച മനസ്ഥിതിയിലൊന്നും അല്ല അപ്പോൾ പത്രോസ്, മിക്കപ്പോഴും നമ്മളും. അതുകൊണ്ട് തന്നെ നമ്മളുടെ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളും ഒക്കെ മിക്കവാറും അത് അതിവൈകാരികതയിൽ നിന്നും ആവാനായിട്ടും സാധ്യതയില്ലേ? അതെ, തോന്നലുകളിലൂടെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നതും പ്രതികരിക്കുന്നതുമൊക്കെ. നമ്മളുടെ വൈകാരിക തലത്തെ ഒന്ന് ശാന്തതപ്പെടുത്തിയേ മതിയാവും. ഒരു പക്വമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. കുറച്ചുകൂടി ആഴപ്പെട്ട ഒരു യേശു ബന്ധത്തെ അന്വേഷിച്ചും ആഗ്രഹിച്ചും തുടങ്ങണം. കേട്ടറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കുള്ള സഞ്ചരിക്കാനുള്ള ശേഷിയാണ് പ്രശ്നപരിഹാരകന്റെ ഏറ്റവും വലിയ കഴിവ്. കേട്ടറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് എത്തുക. പ്രശ്നത്തെക്കാൾ പ്രശ്നത്തിൻ്റെ കാരണത്തെയാണ് അഭിമുഖീകരിക്കേണ്ടതും പതിയെ പതിയെ ഇല്ലാതാക്കേണ്ടതും. രോഗത്തെ മാത്രമല്ല, രോഗിയെയും മനസ്സിലാക്കണമെന്ന് അർത്ഥം. അപ്പോൾ വല കീറുവോളം, 2 വള്ളങ്ങൾ നിറയുവോളം സമൃദ്ധിയിലേക്ക് ആ ഗുരു അവരെ നയിച്ചെങ്കിൽ, മനസ്സ് വെച്ച് അവനോടൊപ്പം ആകുവാണെങ്കിൽ നമ്മളെയും അവൻ നയിക്കും അത്തരമൊരു വിജയത്തിൻ്റെ സമൃദ്ധിയിലേക്ക്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.